ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയാബീൻ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ആദ്യം തന്നെ പറയാം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നീർദോശയിലേക്കും ദോശയിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സോയാബീൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു കപ്പ് അളവിൽ സോയാബീൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സോയാബീൻ മുഴുവനായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം ഈ ഒരു സോയാബീൻ ഈ വെള്ളത്തിൽ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. വേഗം തീ ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സോയാബീൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇതിൻ്റേതായിട്ടുള്ള ഒരു റോങ് ഫ്ലേവർ ഉണ്ട്, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ നോർമൽ വാട്ടറിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതിശയിക്കണ്ട കേട്ടോ. നിങ്ങൾ സോയാബീൻ വെച്ചിട്ട് എന്ത് റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിലും ആദ്യം ഈ ഒരു രീതിയിൽ ഇതൊന്ന് കഴുകിയെടുത്ത് നോക്കുക കേട്ടോ. സോയാബീൻ മാത്രമുള്ള ഒരു പ്രത്യേക തരം ഫ്ലേവർ ഉണ്ട്, അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകത്തില്ല. എനിക്ക് പോലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മളിത് കഴുകി പിഴിഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു ഫ്ലേവർ പോയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോർമൽ വാട്ടറിൽ ഇട്ടിട്ട് 3 പ്രാവശ്യം ഞാനത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഞാനിവിടെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സവാള ഈ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയുടെ നിറം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ എന്തൊരു എണ്ണയായിരിക്കും എന്നല്ലേ. തലേ ദിവസം സോയാബീൻ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി സോയാബീൻ ചിക്കൻ 65 നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന എണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മുടെ സവാള നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലൊന്ന് പോയിട്ട് ആ ഒരു 65ൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതുപോലെ ഇതുവരെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും വീണ്ടും ഉണ്ടാക്കി ട്രൈ ചെയ്ത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പി ആയിരുന്നു കേട്ടോ. സോയാബീൻ 65 ആണ്. വീഡിയോ ഒന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിൻ്റെ പേസ്റ്റ് 1 സ്പൂണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 2 സ്പൂണ് അളവിലെടുത്തിട്ട് ഒന്നങ്ങ് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ആ ഒരു ചതവും കൂടെ ഇതിലൊന്ന് മിക്സാക്കി നല്ലപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മളിതൊരു കറി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഏത് തരം കറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടികൾ ആ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിയും തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങളെപ്പോഴും ഒന്ന് ഉൾക്കൊള്ളുക. എന്നിട്ടിത് ഈ ഒരു മസാല നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് 2 കപ്പൊക്കെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്തെങ്കിലും വീണ്ടും 1 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കറി രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സോയാബീൻ ക്ലീൻ ആക്കി എടുക്കേണ്ട രീതി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് 2 ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാലയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ ഒരു അടിപൊളി കറി നമുക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല പോലെയുള്ള ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ സ്റ്റെപ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ
ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ അപ്പമല്ലേ, എന്താ പറയുക, നീർദോശ എന്നൊക്കെ പറയും, അതിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് രണ്ടും കൂടെ. അല്ലെങ്കിൽ ചപ്പാത്തി ദോശ ഇതിലേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കുട്ടീസിന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. ഈ ഒരു സോയാബീൻ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോയ 65 ആണ്. അത് നമ്മുടെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ട് നോക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.